നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലെ പൊതുനടപാതകൾക്ക് തടസ്സമാകുന്ന രീതിയിൽ കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇത് സംബന്ധിച്ച പുതിയ നിയമത്തിന് സൗദി അറേബ്യയുടെ മുനിസിപ്പാലിറ്റി ഭവന മന്ത്രാലയം അംഗീകാരം നൽകി. കാൽനടക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം നഗരപരിസ്ഥിതി കൂടുതൽ മികച്ചതാക്കാനും വേണ്ടിയാണ് പുതിയ നിയമമെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ പ്രധാന ഇടങ്ങളിൽ സൈറൻ ടെസ്റ്റ് നടത്തുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ്. നവംബർ 3-നാകും സൈറൻ മുഴങ്ങുക. ആളുകൾ പേടിക്കേണ്ട സാഹചര്യമില്ലെന്നും അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന്റെ ഭാഗമായാണ് സൈറൻ ടെസ്റ്റ് നടത്തുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടും കൂടി പ്രസവാവധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ബഹ്റൈൻ സർക്കാർ തള്ളി. നിലവിൽ 60 ദിവസത്തെ അവധി നൽകുന്നുണ്ട്. അത് തുടരുമെന്നും അവധി ദിനങ്ങൾ കൂട്ടാനുള്ള ആവശ്യം ഇപ്പോൾ പരിഗണിക്കാനാകില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. താമസ സ്ഥലം മാറിയിട്ടും രേഖകളിൽ നിന്നും പഴയ മേൽവിലാസം മാറ്റാത്തവരുടെ പട്ടിക പുറത്തുവിട്ട് കുവൈത്ത്. 546 പേരുടെ വിവരങ്ങളാണ് ഗസറ്റിലൂടെ അധികൃതർ പങ്കുവച്ചത്. തുടർ നടപടികൾ ഒഴിവാക്കാൻ 1 മാസത്തിനുള്ളിൽ ഈ വ്യക്തികളുടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മേൽവിലാസം ഉൾപ്പെടുത്തണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജോലി ദുരുപയോഗം ചെയ്ത 3 പാസ്പോർട്ട് ഉദ്യോഗസ്ഥർ കുവൈത്തിൽ പിടിയിലായി. യാത്രക്കാരുടെ പ്രവേശന പുറത്തു കടക്കൽ സംവിധാനങ്ങളിൽ കൃത്രിമത്വം കാണിച്ചതിനാണ് കുവൈത്ത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ആരും നിയമത്തിന് അതീതരല്ലെന്നും കുറ്റം ചെയ്തെന്നും കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള 591 തെരുവുകളും റോഡുകളും പേരുകൾ റദ്ദാക്കി സംഖ്യാപരമായ നമ്പറുകളാക്കി മാറ്റാനുള്ള കുവൈത്ത് മുനിസിപ്പാലിറ്റിയുടെ അഭ്യർത്ഥന മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിച്ചു. 66 പ്രധാന തെരുവുകളുടെ പേരുകൾ നിലനിർത്താനും 3 തെരുവുകളുടെ പേരുകൾ അറബ് നഗരങ്ങളുടെയോ തലസ്ഥാനങ്ങളുടെയോ പേരുകളാക്കി മാറ്റാനും തീരുമാനിച്ചു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.